വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 1,00,000-ഓളം പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷ. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നു. ആന്റണി, 10 മണിക്ക് അങ്ങനെ പുതിയൊരു സർക്കാർ അധികാരമേൽക്കുകയാണ്. 10 വർഷത്തെ പിണറായി ഭരണത്തിന് ശേഷം യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തുകയാണ്. ടീം വി.ഡി.എസ് ഇന്ന് അധികാരമേൽക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും 10 വർഷത്തെ കാത്തിരിപ്പ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ 10 വർഷത്തെ കാത്തിരിപ്പ് ഇന്ന് അതിന് പരിസമാപ്തിയാവുകയാണ്. യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അധികാരമേൽക്കുന്നു എന്നുള്ളതാണ്. രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. 10 മണിക്ക് വലിയ ആഘോഷമായി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തും. ഏതായാലും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വേദി, അതുപോലെ തന്നെ പന്തൽ, 3 പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1,00,000-ഓളം പേർക്ക് ഈ പരിപാടിയിൽ 25,000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് പുറമേയും ആളുകൾക്ക് നിന്ന് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഇത് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1,00,000-ഓളം പേരെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഏതായാലും സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തേക്ക് ഒരു 1,00,000 പേരെങ്കിലും എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ തിരുവനന്തപുരം നഗരത്തിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. കൃത്യം 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരിക്കും. അതിന് പിന്നാലെ ഓരോ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ കെ മുരളീധരൻ, സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, കെ.എ. തുളസി, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, അതുപോലെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ, അബ്ദുൾ ഗഫൂർ, സി.പി. ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നീ മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൽ കോൺഗ്രസിന് 12 മന്ത്രിമാരാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരാണ് കോൺഗ്രസിനുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനവുമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രിസ്ഥാനമാണ് ഉള്ളത്. പിന്നീട് ചീഫ് വിപ്പ് പദവി കൂടി അവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. മോൻസ് ജോസഫാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മന്ത്രി ആകുന്നത്. അതുപോലെ തന്നെ RSPക്ക് 1 മന്ത്രി, ഷിബു ബേബി ജോൺ. അതുപോലെ തന്നെ ജേക്കബ് വിഭാഗത്തിന് അവിടെ അനൂപ് ജേക്കബും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 21 പേരിൽ 14 പേരും പുതുമുഖങ്ങളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ ഈ സണ്ണി ജോസഫ്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ഈ കാര്യത്തിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു പുതുമുഖമാണ്. നിലവിൽ MLA എന്ന നിലയിൽ നിന്നാണ് നേരിട്ട് അദ്ദേഹം ഇതുവരെ മന്ത്രിയോ അല്ലെങ്കിൽ അത്തരം പദവികൾ വി.ഡി. സതീശൻ വഹിച്ചിട്ടില്ല. MLAയിൽ നിന്നാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡി. സതീശൻ എത്തുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ ഈ മന്ത്രി എന്ന നിലയിൽ ഒരു പുതുമുഖമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, കെ.എ. തുളസി, അതുപോലെ തന്നെ എൻ. ഷംസുദ്ദീൻ, കെ.എം. ഷാജി, വി.ഇ. അബ്ദുൾ ഗഫൂർ, സി.പി. ജോൺ, അതുപോലെ തന്നെ ഇത്രയും ആളുകൾ പുതിയ ആളുകളാണ്. പുതിയതായി ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്ന ആളുകളാണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ മൊത്തത്തിൽ പുതിയ ഒരു ചേഞ്ചുമായാണ് വി.ഡി.എസ് സർക്കാർ വരുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഈ LED സ്ക്രീനുകളടക്കം ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനുള്ള സൗകര്യമടക്കം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്.
ശരി, എന്തായാലും അങ്ങനെ VD സതീഷിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി VD സതീഷിന് ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ആന്റണി, അതുപോലെ തന്നെ ഈ ഒരു പുതിയ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്, ഓരോ ജനങ്ങളും ഉള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യം മന്ത്രിമാർ പോവുക ഗവർണറുടെ വസതിയിലേക്ക്, ഗവർണറുടെ ലോക് ഭവനിലേക്കായിരിക്കും. അവിടെ ഗവർണർ ഇവർക്കും കുടുംബാംഗങ്ങൾക്കും, പുതിയ മന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. ഏതായാലും ഈ ആദ്യ മന്ത്രിസഭാ യോഗം വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത്. ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം അത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. ആ സൗജന്യ യാത്രയുടെ കാര്യത്തിൽ ഇന്ന് എന്ത് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ദിരാ ക്യാൻറ്റീനുകൾ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഈ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമായിരിക്കും ആദ്യ മന്ത്രിസഭാ യോഗം നടക്കുക. ചില വാഗ്ദാനങ്ങൾ ഈ UDF സർക്കാർ വരുമ്പോൾ ചില വാഗ്ദാനങ്ങളൊക്കെ VD സതീശനും ആണെങ്കിലും മറ്റ് കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളാണെങ്കിലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളെല്ലാം വരും കാലങ്ങളിൽ പ്രാവർത്തികമാക്കും. അതിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ നടപ്പിലാക്കും എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഈ ഇന്ദിരാ ഗ്യാരണ്ടി, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കൽ, അതുപോലെ തന്നെ സൗജന്യ KSRTC ബസ് യാത്ര, ഇന്ദിരാ ക്യാൻറ്റീനുകളുടെ സംസ്ഥാന വ്യാപകമാക്കൽ എന്നിവയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആന്റണി, അതുപോലെ തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷ തന്നെയാണ് ഈ തലസ്ഥാനത്തുള്ളത്. ഈ ഒരു നമുക്കറിയാം, ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകരടക്കം LED സ്ക്രീനുകളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ലൈവായി തന്നെ പ്രദർശിപ്പിക്കുമെന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം വലിയ VVIPകൾ, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള VVIPകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അത്തരത്തിൽ വലിയ സുരക്ഷ തന്നെ നഗരത്തിലുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലേക്ക് ആളുകളുടെ വലിയ ഒരു ഒഴുക്കുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ഒഴുക്കുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം ഇന്നലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ്. പല ഹോട്ടലുകളിലും ആളുകളെ അല്ലെങ്കിൽ മുറികളൊന്നും കിട്ടാത്ത സാഹചര്യമാണ്. ഹോട്ടലുകളെല്ലാം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ ഒഴുക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സുരക്ഷയുടെ ഭാഗമായി കൂടി ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് പരിസരം, സ്റ്റാച്യു, ആ ഭാഗത്തോടു കൂടിയുള്ള വാഹന ഗതാഗതത്തിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ 1000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലടക്കം ഈ പോലീസുകാരെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ സെൻട്രൽ സ്റ്റേഡിയവും അതിനുള്ള പരിസര പ്രദേശങ്ങളുമൊക്കെ ശക്തമായ സുരക്ഷയിലാണ് ഉള്ളത്. ഈ ഗതാഗതങ്ങൾ, അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനൊക്കെ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. അതിനൊക്കെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 8 മണി മുതൽ 9 മണി വരെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. പാസ് മൂലമാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം ക്രമീകരിച്ചിരിക്കുന്നത്. പാസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്കുള്ള പ്രവേശനം ഉണ്ടാവുക. 8 മണി മുതൽ 9 മണി വരെ ഈ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് പ്രവേശനം ഉണ്ടാകും. ഇപ്പോൾ തന്നെ അവിടേക്ക് ആളുകൾ എത്തി ക്യൂ നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഈ LED സ്ക്രീനുകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തത്സമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണിക്കാനായിട്ടുള്ള LED സ്ക്രീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ LED സ്ക്രീനുകൾ വഴിക്ക് എല്ലാവർക്കും ഈ വേദിയിലേക്ക് നേരിട്ടെത്തി അത് കാണാൻ കഴിയാത്ത ആളുകൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ നിന്നുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനുള്ള സൗകര്യവും കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുണ്ട്, കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്, വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധിയുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, അത് കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് ക്ഷണമുണ്ട്. ഇവരും പങ്കെടുക്കാനുള്ള സാധ്യത ഉണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പങ്കെടുക്കും. അതുപോലെ തന്നെ BJP രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കമുള്ളവർ പങ്കെടുക്കുന്നു. സിനിമാ താരങ്ങളടക്കമുള്ളവർ ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളടക്കം എത്തുന്നുണ്ട്. നേരത്തെ വിജയ് എത്തുമെന്നുള്ള പ്രതീക്ഷ ആരാധകർക്കൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചില സുരക്ഷാ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് അവസാനമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയ ആഘോഷമായി തന്നെ വലിയ ഗ്യാപ്പിന് ശേഷമാണ് 10 വർഷത്തോളം നീണ്ട ഒരു കാത്തിരിപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി അവരെടുത്തത്. ആ ഒരു ദിവസം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അത് വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനമെന്ന് പറയുന്നത്. ഇനി വേദിക്ക് ഉള്ളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കേന്ദ്രീകരിച്ച ആ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഈ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഏതായാലും ഇത് തത്സമയം കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ഉള്ളത്. ഏതായാലും മന്ത്രിമാർ ഈ രാജ്ഭവനിൽ നിന്ന് ലോക് ഭവനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലായിരിക്കും വേദിയിലെ ഒരു ക്രമീകരണം എന്ന് പറയുക. മന്ത്രിമാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ഗവർണർ, ഇവർ മാത്രമായിരിക്കും ഈ വേദിയിൽ ഉണ്ടാവുക. ചില സംസ്ഥാനങ്ങളിലൊക്കെ പ്രധാനമന്ത്രി അടക്കം വേദിയിലിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പശ്ചിമ ബംഗാളിലൊക്കെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വേദിയിലിരിക്കെയാണ് അവിടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ കേരളത്തിൽ അത്തരമൊരു മാറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗവർണർക്കും മാത്രമാണ് ലോക് ഭവൻ ഈ സ്റ്റേജിൽ ഇരിക്കാനുള്ളൊരു നിർദ്ദേശം ലോക് ഭവനിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായാലുടൻ തന്നെ മന്ത്രിമാർ അവരവർക്ക് അനുവദിച്ച സ്റ്റേറ്റ് കാറുകളുണ്ട്. ആ സ്റ്റേറ്റ് കാറുകളിലേക്ക് കയറി ലോക് ഭവനിലേക്കാണ് പോവുക. ലോക് ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ പുതിയ മന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. അത് അവിടെ പോകും. അതിനുശേഷം ഓരോ മന്ത്രിമാരായി ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അവിടെ ക്യാബിനറ്റ് റൂമിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു പുതുമുഖ മന്ത്രിസഭ കൂടിയാണ്. 14 പേരും ഭൂരിപക്ഷം പേരും പുതുമുഖങ്ങളായ പുതിയൊരു മന്ത്രിസഭ കൂടിയാണ് ഇന്ന് ചുമതലയേൽക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായും ആന്റണി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുമുഖങ്ങളടക്കമുള്ള നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ VD സതീശൻ പറയുകയുണ്ടായിരുന്നു വിസ്മയം തീർക്കുമെന്നുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു മന്ത്രിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പട്ടികയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് തന്നെ 2 പട്ടികജാതി വർഗത്തിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ 2 വനിതകൾ. ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത ആണ്. അതടക്കം ഇപ്പോൾ OJ ജനീഷ് അടക്കം ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. നമുക്കറിയാം OJ ജനീഷിന്റെ പേരടക്കം ഒരു അപ്രതീക്ഷിതമായി തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മന്ത്രിയായ OJ ജനീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അത്തരത്തിൽ വിസ്മയങ്ങൾ ഒരുപാടാണ് ഈ ഒരു VDS സർക്കാരിന്റെ ഇതിനകത്ത് എന്ന് നമുക്ക് പറയാൻ, VDS സർക്കാരിലുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ? തീർച്ചയായിട്ടും പുതുമുഖങ്ങൾ എന്നുള്ളത് തന്നെയാണ്, യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാവുന്നതുപോലെ PC വിഷ്ണുനാഥ് ഉണ്ട്, അതുപോലെ തന്നെ M ലിജു, റോജി M ജോൺ, T സിദ്ദിഖ്, OJ ജനീഷ്, അതുപോലെ തന്നെ KA തുളസി, അങ്ങനെ യുവാക്കളുടെ ഒരു വലിയ നിര ഉണ്ട്. സ്ത്രീ പ്രാതിനിധ്യമുണ്ട്, അത് ബിന്ദു കൃഷ്ണയുണ്ട്, അതുപോലെ തന്നെ
KA തുളസി ഉണ്ട്. അങ്ങനെ 2 മന്ത്രിമാരുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വനിതകൾക്കായി നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, പ്രതീക്ഷിച്ചിരുന്ന പല പേരുകളും ഇന്നലെ പല തരത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ചർച്ചകളിൽ ചാണ്ടി ഉമ്മൻ, VT ബൽറാം അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അത് ഒഴിവാക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ മന്ത്രിസഭയിൽ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ മാത്യു കുഴൽനാടനെ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പുതുമുഖങ്ങൾക്ക് കൂടുതൽ, പരിചയസമ്പന്നരേക്കാൾ കൂടുതൽ പുതുമുഖങ്ങൾക്കുള്ള ഒരു അവസരമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. VD സതീശൻ തന്നെ പുതുമുഖമാണ്. അത്തരത്തിൽ പുതിയൊരു മുഖം സംസ്ഥാനത്തിന് നൽകുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി VD സതീശൻ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആദ്യമായി MLA ആകുന്നവർ ഉൾപ്പെടെ മന്ത്രിസഭയിലേക്ക്, OJ ജനീഷിന്റെ കാര്യം തന്നെ അങ്ങനെയാണ്, ആദ്യമായി മന്ത്രിയാകുന്ന ആള് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. ബാക്കി 3 വനിതകൾ ഇതിന്റെ ഭാഗമായി, സർക്കാരിന്റെ ഭാഗമായി വരുന്നു എന്നുള്ള പ്രത്യേകത കൂടിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ചില കോണുകളിൽ നിന്നൊക്കെ ഈ മന്ത്രിമാർ ചില ആളുകളെയൊക്കെ പരിഗണിച്ചതിലും പരിഗണിക്കാതിരുന്നതിലുമൊക്കെ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് M വിൻസെന്റിനെ പരിഗണിക്കാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു. അതുപോലെ തന്നെ ചില ജില്ലകൾക്ക് പ്രാതിനിധ്യം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിനും കാസർഗോഡിനും ഇത്തരത്തിലൊരു പ്രാതിനിധ്യത്തിന്റെ കുറവ് ഈ മന്ത്രിസഭയിലുണ്ട് എന്നുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു. എറണാകുളത്തെ സംബന്ധിച്ച് കൂടുതൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ചിലരെ ഒഴിവാക്കി, പക്ഷേ കൂടുതൽ പുതിയ ആളുകളെ ഉൾപ്പെടുത്തിയതിലൊക്കെ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഒരു വ്യത്യസ്തമായൊരു സർക്കാരാകും എന്നുള്ളത് തന്നെയാണ് VD സതീശൻ ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും പുതുമുഖങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയാണ് ഈ മന്ത്രിസഭ വരുന്നത്. തീർച്ചയായും അങ്ങനെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 1.5 ലക്ഷത്തോളം പേർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും എന്നതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയുള്ളത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.